അത് കിട്ടിയോ? വനംവകുപ്പ് വടശ്ശേരിക്കര റേഞ്ച് പരിധിയിൽ 8 ദിവസത്തിനിടെ നാട്ടിലിറങ്ങിയത് 2 കടുവകളാണ്. 22-ാം തീയതിയാണ് ആദ്യ സംഭവം. കുമ്പളത്താവണിലിറങ്ങിയ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടുവെങ്കിൽ രണ്ടാമത്തെ സംഭവം ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ്. വയ്യാറ്റുപുഴ വില്ലൂന്നിപ്പാറയിൽ കൊല്ലംപറമ്പിൽ സദാശിവൻ എന്ന ആളുടെ വീടിനോട് ചേർന്ന കിണറ്റിലാണ് കടുവ അകപ്പെട്ടത്. വീണപ്പോൾ തന്നെ അറിഞ്ഞിരുന്നോ? സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. അവൻ ഓടി വന്നു ഞങ്ങളെ വിളിച്ചു. ഞങ്ങളെല്ലാം അവിടെ കാണാൻ പോകുന്നു. അവിടുത്തെ കാരണം അമർവ. ആൾമറ ഇല്ലാത്തതും 20 അടി താഴ്ചയുള്ളതുമായ കിണറ്റിലാണ് വന്യജീവി വീണത്. കടുവ വിശേഷം അറിഞ്ഞവരൊക്കെ വില്ലൂന്നിപ്പാറയിലേക്ക് വെച്ചുപിടിച്ചു. 11 മണിയോടെ കടുവയെ കരകയറ്റാനുള്ള ജോലികൾ തുടങ്ങി. വെള്ളം വറ്റിച്ച ശേഷം മയക്കുവെടി, ഇതായിരുന്നു ആദ്യ ആലോചന. അങ്ങനെ കിണറ്റിലെ വെള്ളം വറ്റിച്ചു. 9 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന ജീവിയെ മയക്കുവെടി വെച്ചാൽ ജീവഹാനി ഉണ്ടാകുമെന്ന് തോന്നലായി. പിന്നെ അതോടെ വലയിലാക്കി ഉയർത്തിയെടുത്തു. വാഹനത്തിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായി വീര്യം കുറച്ച് മയക്കുവെടി. അനിമൽ ഹെൽത്തിൻ്റെ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൗണ്ട് അതുപോലുള്ള ഇതെല്ലാം ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. തിരക്ക് പിടിക്കാതെ തന്നെ വളരെ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് മാറ്റുന്നത്. അവിടെ വെച്ചിട്ട് ആരോഗ്യ പരിശോധന നടത്തിയതിന് ശേഷം തീരുമാനിക്കും. വൈകുന്നേരം 4-ന് മുൻപ് ദൗത്യം പൂർത്തിയാക്കി വനം വകുപ്പ് ജീവനക്കാർ മടങ്ങി. അതോടെ നാട്ടുകാർക്കും തെല്ല് ആശ്വാസം. കൊണ്ടുപോയി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ആശ്വാസമായി? എന്തോ ആശ്വാസം. ബാക്കിയുണ്ടോന്നാ പേടി. കടുവ കിണറ്റിൽ വീണത് സമീപകാലത്ത് കേരളത്തിലെ ആദ്യ സംഭവമാണ്. ഇരയ്ക്കു പിന്നാലെയുള്ള ഓട്ടത്തിൽ കടുവയ്ക്ക് അടിതെറ്റിയെന്നാണ് കരുതുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.